നമസ്കാരം. ബംഗളൂരുവിലെ പ്രൈമറി സ്കൂൾ കാലത്തെ ഓർമ്മകൾ പങ്കുവെച്ച് നടൻ രജനികാന്ത്. അന്ന് താൻ ക്ലാസ്സിൽ മുൻപന്തിയിലായിരുന്നുവെന്നും 98% മാർക്ക് നേടിയാണ് മിഡിൽ സ്കൂൾ പാസ്സായതെന്നും താൻ ക്ലാസ് ലീഡർ ആയിരുന്നുവെന്നും താരം പറഞ്ഞു. രജനികാന്ത് പഠിച്ച ബംഗളൂരുവിലെ ബസനഗുഡി ആചാര്യ പാഠശാല സ്കൂളിന്റെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. വിദേശത്തായതിനാൽ അദ്ദേഹത്തിന് വാർഷികത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. എല്ലാവരുമൊത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതൊരു അവിസ്മരണീയമായ അനുഭവമായിരുന്നു. കന്നഡ ഭാഷയിൽ സംസാരിച്ച 5 മിനിറ്റ് സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞുവെച്ച പ്രസിദ്ധമായ ഗവി ഗംഗാധരേശ്വര ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഗവിപുരത്തെ സർക്കാർ പ്രൈമറി ആൻഡ് മിഡിൽ സ്കൂളിലെ തന്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് രജനികാന്ത് ഇങ്ങനെ പറഞ്ഞു. അവിടെ അദ്ദേഹം കന്നഡ മീഡിയത്തിലാണ് പഠിച്ചത്. ഞാൻ മിടുക്കുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു, ടോപ്പറായിരുന്നു, കൂടാതെ ക്ലാസ് ലീഡർ പോലുമായിരുന്നു. അഭിമാനത്തോടെ അദ്ദേഹം പറഞ്ഞു. മിഡിൽ സ്കൂളിൽ അദ്ദേഹത്തിന് 89% മാർക്ക് ലഭിച്ചിരുന്നു. സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് APS ഹൈസ്കൂളാണ് തിരഞ്ഞെടുത്തത്. പ്രൈമറി മിഡിൽ സ്കൂൾ വിദ്യാഭ്യാസം കന്നഡ മീഡിയത്തിലായിരുന്നതിനാൽ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് മീഡിയത്തിലെ പഠനം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇത് അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചു. ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് തുടങ്ങിയ വിഷയങ്ങൾ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നതായി അദ്ദേഹം പറഞ്ഞു. മുൻബെഞ്ചിൽ ടോപ്പർ ആയിരുന്ന താൻ പിൻബെഞ്ചിലായെന്നും അദ്ദേഹം പറഞ്ഞു. ഇംഗ്ലീഷിലെ പാഠങ്ങൾ പിന്തുടരാൻ ബുദ്ധിമുട്ടായതിനാൽ ഞാൻ വിഷാദത്തിലേക്ക് പോയി, അദ്ദേഹം പറഞ്ഞു. 8ഉം 9ഉം ക്ലാസ്സുകൾ വിജയിച്ചു. പക്ഷേ ഫിസിക്സും കെമിസ്ട്രിയും കണക്കും മോശമായതിനാൽ 10ാം ക്ലാസ് വിജയിക്കാനായില്ല. പിന്നീട് കെമിസ്ട്രി അധ്യാപകൻ സൗജന്യമായി ക്ലാസ് എടുത്തു തന്നു. അങ്ങനെയാണ് 10ാം ക്ലാസ് വിജയിച്ചതെന്ന് രജനികാന്ത് പറയുന്നു. ആചാര്യ പാഠശാല കോളേജിൽ പഠിക്കുമ്പോൾ ആദിശങ്കരന്റെയും ചണ്ടാളന്റെയും കഥ പറയുന്ന നാടകത്തിൽ അഭിനയിച്ചതിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു. ചണ്ടാളനായിട്ടാണ് താൻ അഭിനയിച്ചതെന്നും താരം പറയുന്നു. നാടക മത്സരത്തിൽ 1ാം സ്ഥാനം നേടി. ചണ്ടാളനെ അവതരിപ്പിച്ച താൻ മികച്ച നടനായെന്നും അദ്ദേഹം പറഞ്ഞു.